ഇന്ത്യയിലെ ആദ്യ ദളിത് കർദിനാൾ എന്നറിയപ്പെടുന്ന അന്തോണി പുളയുടെ ജീവചരിത്രം നോക്കാം. അന്തോണി പുള ഇന്ത്യയിലെ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ഷെഡ്യൂൾഡ് കാസ്റ്റ് കുടുംബത്തിലാണ് ജനിച്ചത്. ദാരിദ്ര്യവും സാമൂഹിക വിവേചനവും നേരിട്ടുകൊണ്ട് വളർന്ന അദ്ദേഹത്തിൻ്റെ ജീവിതം ദൈവവിളിയിലേക്കുള്ള ശക്തമായ ആത്മീയമായ ഒരു വലിയ യാത്രയായിട്ട് മാറി. അദ്ദേഹത്തിൻ്റെ ബാല്യകാലാനുഭവങ്ങൾ ദരിദ്രർക്കും പീഡിതർക്കും വേണ്ടി പ്രവർത്തിക്കാനുള്ള പ്രചോദനം അദ്ദേഹത്തിന് പ്രദാനം ചെയ്തു. 1961 നവംബർ 15 അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം ബേഗംപൂർ ഗ്രാമം, ഖമ്മം ജില്ല ആണ്. ഇന്ത്യയിലെ തെലങ്കാന സ്റ്റേറ്റിലാണ് ആ സ്ഥലം. കത്തോലിക്ക സഭയിലെ ലത്തീൻ റീത്തിലാണ് അദ്ദേഹം വിശ്വാസത്തിൽ വളർന്നത്. ഇപ്പോഴദ്ദേഹം ഹൈദരാബാദ് ആർച്ച് ബിഷപ്പാണ്, കർദിനാൾ കൂടിയാണ്. 1979 അദ്ദേഹം സെമിനാരിയിൽ പ്രവേശിച്ചു. ബാംഗ്ലൂരിലെ സെൻറ്റ് പീറ്റേഴ്സ് പൊന്റിഫിക്കൽ സെമിനാരിയിലാണ് വൈദിക പഠനം നടത്തിയത്. തത്വശാസ്ത്രത്തിലും ദൈവശാസ്ത്രത്തിലും ബിരുദങ്ങൾ നേടി. 1992 ഫെബ്രുവരി 20 അദ്ദേഹം വൈദികനായി അഭിഷിക്തനായി. വൈദികനായ ശേഷം അദ്ദേഹം ഗ്രാമങ്ങളിലും പിന്നോക്ക സമൂഹങ്ങളിലും ആത്മീയ സേവനങ്ങൾ നടത്തി. പള്ളികളിൽ വികാരിയായിട്ട് സേവനം ചെയ്തു. സാമൂഹ്യനീതി, വിദ്യാഭ്യാസം, ദരിദ്രരുടെ ഉന്നമനം, യുവജന ശുശ്രൂഷ, സാമൂഹിക പ്രവർത്തനങ്ങൾ എന്നിവയിൽ അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷകൾ പടർന്നിരുന്നു. അദ്ദേഹം ദളിത് കത്തോലിക്കരുടെ അവകാശങ്ങൾക്കും വിദ്യാഭ്യാസ പുരോഗതിക്കും വേണ്ടി ശക്തമായി പ്രവർത്തിക്കുകയുണ്ടായി. 2008 കുർണൂൽ രൂപതയുടെ ബിഷപ്പായി അദ്ദേഹം നിയമിതനായി. രൂപതയുടെ ആത്മീയവും സാമൂഹികവുമായ വളർച്ചയിൽ അദ്ദേഹം വലിയ പങ്കുവഹിച്ചു. 2020 ഹൈദരാബാദ് ആർച്ച് ബിഷപ്പായി നിയമിതനായി. ഇന്ത്യയിലെ പ്രധാന ആർച്ച് രൂപതകളിൽ ഒന്നായ ഹൈദരാബാദിൻ്റെ നേതൃസ്ഥാനം അദ്ദേഹം ഏറ്റെടുത്തു. 2022 ഓഗസ്റ്റ് 27 ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹത്തെ കർദിനാളായി നിയമിച്ചു. ഇന്ത്യയിൽ നിന്ന് കർദിനാളാകുന്ന ആദ്യ ദളിത് കർദിനാളാണ് അദ്ദേഹം. ലോക കത്തോലിക്ക സഭയിൽ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവർക്ക് വലിയ പ്രതീകാത്മകമായ ഒരു അടയാളമായി അദ്ദേഹത്തെ ലോകമെമ്പാടും വാഴ്ത്തപ്പെട്ടു. സാമൂഹ്യനീതിയുടെ ശക്തമായ ശബ്ദമായിട്ടാണ് അദ്ദേഹത്തെ എല്ലാവരും വിശേഷിപ്പിച്ചത്. ദരിദ്രർക്കും പീഡിതർക്കും വേണ്ടി അദ്ദേഹം വളരെയേറെ പ്രവർത്തിച്ചു. ദളിത് കത്തോലിക്കരുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടി അദ്ദേഹം അധ്വാനിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുകയും വളർത്തുകയും ചെയ്തു. സാമൂഹ്യ സമത്വം, മനുഷ്യാവകാശങ്ങൾ എന്നിവയിൽ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ പ്രത്യേകമായിട്ട് പതിഞ്ഞിരുന്നു. യുവജനങ്ങളുടെ ആത്മീയ വളർച്ച അദ്ദേഹത്തിൻ്റെ മുഖ്യ ലക്ഷ്യങ്ങളിലൊന്നായിരുന്നു. കർദിനാൾ അന്തോണി പുളയുടെ ജീവിത സന്ദേശം സഭ ദരിദ്രർക്കൊപ്പം നിൽക്കണം, അവഗണിക്കപ്പെട്ടവർക്ക് ശബ്ദമാകണം എന്നുള്ളതാണ്. അദ്ദേഹം സഭയെ സാമൂഹ്യ നീതിയുടെ ഉപകരണമായി കാണുന്ന ശക്തമായ ആത്മീയ നേതാക്കളിൽ ഒരാളാണ്. ഇന്ത്യയിലെ ദളിത് ക്രൈസ്തവർക്കുള്ള വലിയ പ്രതീക്ഷയുടെ അടയാളമാണ് അദ്ദേഹം. ഫ്രാൻസിസ് പാപ്പയുടെ സഭ ഓരങ്ങളിലേക്ക് പോകണം എന്നുള്ള ആശയത്തിൻ്റെ ജീവിക്കുന്ന ഉദാഹരണമാണ് അദ്ദേഹം. സാമൂഹ്യനീതിക്കായി സഭ നിലകൊള്ളണമെന്ന സന്ദേശം അദ്ദേഹം എപ്പോഴും ഉയർത്തി കാണിക്കാറുണ്ട്. കർദിനാൾ അന്തോണി പുള ദരിദ്ര പശ്ചാത്തലത്തിൽ നിന്ന് ലോക കത്തോലിക്ക സഭയുടെ ഉയർന്ന നേതൃത്വത്തിലേക്ക് ഉയർന്ന ഒരു ചരിത്ര വ്യക്തിത്വമാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതം, വിശ്വാസം, സമർപ്പണം, സാമൂഹ്യനീതി എന്നിവ സഭയ്ക്കും സമൂഹത്തിനും പ്രചോദനാത്മകമായ വലിയ സാക്ഷ്യവും കൂടിയാണ്.